ഫോർച്യൂണറേ GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വൈറ്റ് കളറിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സിൽ 2014 മോഡലിൽ അതർ സ്റ്റേറ്റ് വാഹനമാണ് ഇന്ന് നമ്മൾ സെയിൽ ഓടുന്നില്ല കേട്ടോ. കിലോമീറ്റർ ഓടിയുള്ളത് 1,89,000 കിലോമീറ്ററാണ്. കറക്റ്റ് ഓട്ടാണ് വരുന്നത് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, പിന്നെ GRൻ്റെ ടൊയോട്ടൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പിയാനോ ബ്ലാക്കിൽ നമ്മൾ സ്കൂപ്പിൻ്റെ ഈ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. മിറർ പിന്നെ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിലുള്ളത് കേട്ടോ. പക്ഷെ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. നിങ്ങൾക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലേ ഓൾറെഡി വാഹനം NOC എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമായിരുന്നു. ഫിനാൻസ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഒക്കെ ചെയ്ത് തരാൻ കഴിയും. ഒരു 4 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് വരും കേട്ടോ. അപ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്താണ്. അത്യാവശ്യം എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരുന്നത്. ഈ ഒരു മോഡലിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് കൂടുതലും ഇപ്പം വർക്ക് സാധാ മോഡലിൽ വന്നിട്ട് വർക്ക് ഈ മോഡലിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ വർക്ക് കഴിഞ്ഞൊരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോസ് കണ്ട് മാത്രം വിളിക്കാം കേട്ടോ. ഈ വാഹനത്തിന് നമുക്ക് ഫൈനൽ ഫിക്സഡ് റേറ്റ് ആണ് പറയുന്നത് 14 ലക്ഷം റുപ്യ. അതിന് നമുക്ക് ബാർഗെയിനും കാര്യങ്ങളൊന്നുമില്ല. 14 ലക്ഷം റുപ്യക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 5 സ്പീഡ് ഗിയർ ബോക്സിലെ വാഹനം കേട്ടോ. ഫ്രണ്ടേജ് ഭാഗങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒരു കണ്ടീഷൻ കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു 80-85% ഫ്രണ്ടേജ് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. അലോയ്സൊക്കെ നമ്മൾ പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രീതിയിലുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ ടച്ചിങ് ചെയ്യാത്ത വാഹനങ്ങൾ നല്ല ക്വാളിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഈ ഒരു ഡിക്കി ഗാർണിഷ് LED ചെയ്തിട്ടുണ്ട്. ഒരു BMW ടൈപ്പിലെ ടൈലാമ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് ബമ്പർ സ്കാറ്റിങ്, ഒരു DRL LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. നമ്മൾ എടുത്ത് പറയേണ്ട രീതിയിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയാണ്ട് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നിർത്തിയ വാഹനമാണ്. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ള ഒരു ബ്ലാക്ക് ബീച്ച് കളറിൽ വരും കേട്ടോ. 2014 5 സ്പീഡ് ഗിയർ ബോക്സ് വരുമ്പോഴാണ് നമുക്ക് ഇൻറ്റീരിയർ ഭാഗങ്ങൾ ബ്ലാക്കും ബീച്ച് കളറും വരുന്നത് കേട്ടോ. കമ്പനി സെറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. 70 മേറ്റൊക്കെ ഓൾറെഡി ഇതിലുണ്ടായിരുന്നു. അതേപോലെ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ അവിടുന്ന് വന്ന അതേ കണ്ടീഷൻ തന്നെ കേട്ടോ. ഒന്നും ചെയ്തില്ല. അത്രത്തോളം ഒരു മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻറ്റീരിയർ ഭാഗത്ത് നമ്മൾ ഒരു വർക്കും ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവിടുന്ന് വന്ന അതേ കണ്ടീഷനാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ. ഒന്ന് വാഷ് ചെയ്തോ ഒന്ന് പോളിഷ് ചെയ്തെന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡ് വരുമ്പോഴേ ചെറിയ 1-2 തട്ടുമുട്ട് കാര്യങ്ങളുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും. ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. വർക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് അതേപോലെ തന്നെ അവിടെ ഉണ്ട്. പിന്നെ അപ്രോണിൻ്റെ സൈഡൊക്കെ പക്കയാണ്. അപ്രോണിൻ്റെ സൈഡിലൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എക്സ്ട്രാ ഒരു ബ്രാറ്റി ക്ലാമ്പ് കൊടുക്കാനുണ്ട്. പിന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. എഞ്ചിനൊക്കെ പക്ക സ്മൂത്താണ് കേട്ടോ. എഞ്ചിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ തട്ടുമുട്ട് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും ഞാൻ കാണിച്ചു തരാൻ കഴിയില്ല. ചെറിയ തട്ടുമുട്ട് ഈ ഒരു ഫ്രണ്ടേജ് പാനലിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. മേജറൊന്നും ഏതൊരു ഭാഗത്തുള്ള ചേസ് ബെൻഡോ അല്ലെങ്കിൽ അപ്രോണിൻ്റെ സൈഡ് വർക്കോ അങ്ങനത്തെ ഒന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഇല്ലയെന്നില്ല. നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനൊരു അവസരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൽ ഫിനാൻസ് കിട്ടുമോ വെച്ചാണ്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു 4 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ 3ാമത്തെ ഓണർഷിപ്പ് ആയിരിക്കും കേട്ടോ. അതല്ല നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഫീസും NOC എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസമൊക്കെ നിങ്ങൾക്ക് വെയിറ്റിംഗ് വരും. അത് ഫുള്ള് റെഡി പേയ്മെൻറ്റ് ആവണം. ഒരു 3/4% ക്യാഷ് തരിക. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ NOC എടുത്തതിന് ശേഷം തന്നാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഫൈനൽ ഫിക്സഡ് റേറ്റ് ആണ് പറയുന്നത്. 14 ലക്ഷം റുപ്യ ഫൈനലാണ്. അതിൽ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.